ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നോമ്പ് തുറക്കും വേണ്ടി എല്ലാവരും കൂടെ കൂടിയപ്പോൾ വെച്ച ബിരിയാണി റെസിപ്പിയാണ്. ബിരിയാണി 2-3-4 ആൾക്കാർ ചേർന്നിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്, കുറച്ച് വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ചെടുത്തിട്ട് ഉള്ളി നല്ലോണം പൊരിച്ചെടുക്കുക. അതിൻ്റെ കൂടെ മുന്തിരി അണ്ടിയൊക്കെ എടുത്ത് പൊരിച്ച് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ മസാലക്കില്ല ഉള്ളി വാട്ടാൻ അടുപ്പത്ത് വെച്ച് ഉള്ളി ഏകദേശം വാടി വന്നപ്പോൾ തക്കാളി ഇട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ വാട്ടി ഏകദേശം ആയപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ വേറൊരു അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉപ്പും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മസാല കൂട്ടി വെച്ചേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മസാലയ്ക്ക് ആ ചിക്കൻ ഇട്ട് നല്ലോണം വിരവി കൊടുക്കുക. നാരങ്ങയും തൈരൊക്കെ ഒഴിച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ലോണം വിരവി കൊടുക്കുക. എന്നിട്ടിൽ വാഴൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചോറിൻ്റെ നോക്കാൻ പോവാം. ചോറിന് അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കുക. അങ്ങനെ അരി ഇട്ട് വേവാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുക എന്നാൽ ഊറ്റിയെടുക്കുക. ഊറ്റിയിട്ട് ഈ മസാലേൻ്റെ മേലെ ഇല വെച്ചിട്ടില്ല, ആ ഇലയ്ക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം നിരത്തിയേക്ക് വേണ്ട പൊരിച്ച് വെച്ചിട്ടില്ല, നമ്മൾ ഫസ്റ്റ് പൊരിച്ച് വെച്ച അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ അല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്താണ് വെക്കുക. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അത് എടുക്കുക. അതായത് ചോറ് വേറെയും ഇത് വേറെയും മാറ്റണ്ടേ, അപ്പം അടിയിലല്ലേ ഇറച്ചി വരുന്നത്, അപ്പോൾ അത് മാറ്റാൻ ചോറ് വേറൊരു ചെമ്പിലേക്ക് മാറ്റുക. ചോറൊക്കെ നല്ലോണം ഇളക്കിയിട്ട് ലാസ്റ്റ് വന്ന ഉള്ളിലേക്ക് ഒന്ന് കൂടി ഇട്ടിട്ട് ഇളക്കുക. ഇത്രയാണ് നമ്മൾ ബിരിയാണീൻ്റെ റെസിപ്പി. അതിൽ എന്തൊക്കെയോ വിട്ടു പോയിട്ടുണ്ടാവും. വീഡിയോ ഇതിൻ്റെ 2 ദിവസം മുന്നേ ഇട്ട് കൊടുത്താണ്, ഓൺ വോയിസ് കൊടുക്കുന്നത് ഇന്നാണ്. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോമ്പുറക്ക് ഉണ്ടാക്കിയ ബിരിയാണിയാണിത്. പലരും പല വിധത്തിലേക്കായിരുന്നു ബിരിയാണി വെക്കുന്നത്, നമ്മളിങ്ങനെ വെക്കൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.